அடிமாலி லட்சம் நகரில் மண் சரிவில் பாதிக்கப்பட்டவர்களுக்கு மறுவாழ்வு ஏற்படுத்தப்படும் என்று நீர்வளத்துறை அமைச்சர் ரோசி அகஸ்டின் தெரிவித்துள்ளார். பிரச்சனையில் அரசு துறைகளின் பரிசோதனை நடத்தப்படும். தேசிய நெடுஞ்சாலை வேலைகளில் கவனக்குறைவு ஏற்பட்டதாக எழுந்த புகாரில் விசாரணை நடத்தப்படும் என்றும் அமைச்சர் கூறினார். മണ്ണ് എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന വിഷയങ്ങളും സാധ്യതകളെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കി അവരുടെ റിപ്പോർട്ടിന്റെ കൂടെ പശ്ചാത്തലത്തിലായിരിക്കും ഈ ഒരു തുടർ നിർമ്മാണ പ്രവർത്തനം അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നുണ്ടെന്ന് ബോധ്യമുള്ള സ്ഥലത്ത് നടത്താനായിട്ട് പെർമിറ്റ് ചെയ്യാം. അതിന് ജില്ലാ കളക്ടർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ റോഡിൽ കിടക്കുന്ന മണ്ണ് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 10-50 മീറ്ററോളം ദൂരത്തിൽ മണ്ണിങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മുടെ അറിവിൽപ്പെട്ടിട്ടുള്ള സ്ഥിതി മറ്റൊന്നും ഇല്ലെങ്കിൽ പബ്ലിക് റോഡായിരുന്നുകൊണ്ട് തന്നെ ആൾക്കാരുടെ സഞ്ചാരം ഉണ്ടാകാം, ബൈക്കുകൾ പാസ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം, വലിയ വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതിന്റെ ഭാഗമായി തന്നെ ഒരാവശ്യം. ആ മണ്ണ് നീക്കം ചെയ്യണമെങ്കിലും വളരെ ശ്രദ്ധിച്ച് നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉള്ളൂ. അതിന് മുകളിൽ നിന്ന് ചെയ്യാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. പൊതുവിലൊരു ആശ്വാസം കാലാവസ്ഥ നിൽക്കാവുന്നതാണ്. ആ നിലയിൽ ഈ രണ്ട് കാര്യങ്ങളും കേട്ടിട്ടുള്ളൂ. അതിനനുസരിച്ച് ഇക്കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള മറ്റു പ്ലാനും ഇതിനോടനുബന്ധമായി തന്നെ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ഇപ്പം നമ്മൾ ഈ വെള്ളത്തുവിലും അതോടൊപ്പം തന്നെ കട്ടിപ്പാറി ഉള്ള KSBയുടെ കോട്ടയം സഭയിലുള്ളതാണോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നതനുസരിച്ച് മച്ചിപ്ലാവിൽ കൊടുത്ത ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഒക്യുപ്പൈ ചെയ്യാതിരിക്കുന്നൊരു സ്ഥിതിയുണ്ട്. അങ്ങനെയെങ്കിൽ അവരിൽ നിന്ന് അത് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ പഞ്ചായത്ത് തന്നെ തിരിച്ചെടുത്ത് ആവശ്യമുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് മാറ്റി താമസിക്കേണ്ടത് ഒരു അനിവാര്യമായിട്ട് വരും. ആ കാര്യങ്ങളും കൂടെ കൂട്ടായിട്ട് ഒന്ന് ചിന്തിക്കേണ്ട വിഷയമുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നുണ്ട് ഈ പ്രദേശത്തല്ലാതെ സ്വാഭാവികമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്ന സ്ഥലങ്ങളിൽ സംശയാസ്പദമായി ആരെയും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവരെയും കൂടെ മാറ്റുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പ്ലേസുകൾ കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താനായിട്ട്